ഇപ്പോൾ ഉച്ചയാകാറായി. ചായക്ക് വെള്ളം വെച്ചു, അരിയും അടുപ്പത്തിട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ ബിസ്ക്കറ്റും ചായയുമായിട്ട് കഴിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. 11 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള പരിപാടികൾ തുടങ്ങണം. അതിനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ക്യാരറ്റും പാവയ്ക്കയും ഒക്കെ ഇട്ടൊരു തോരൻ വയ്ക്കാനുള്ള പരിപാടിയിലാണ്. ഇതിപ്പോൾ എൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ളൊരു പ്രത്യേക വെറൈറ്റി തോരനാണ്. പാവയ്ക്കയും ക്യാരറ്റും ഇന്നലെ കുറേ മുരിങ്ങയ്ക്കായ അടുത്തുനിന്ന് പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതും ചേർത്ത് ആണ് തോരൻ വയ്ക്കുന്നത്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, സവാള, ലേശം ഇഞ്ചി ഇതെല്ലാം ചേർക്കും. ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രത്യേക തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ തോരൻ വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അടുത്ത പണി കിട്ടി. സ്പോൺസറിൻ്റെ ഡ്രൈവർ സ്ഥലത്തില്ല. അപ്പോഴത്തേക്കും ചെക്കനെ വിളിക്കാൻ സ്കൂളിലൊന്ന് പോകുമെന്ന് ചോദിച്ചു. അപ്പോൾ നേരെ സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടിയിൽ അപ്പോൾ തോരൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇട്ട് അടച്ചു വെച്ചിട്ട് നേരെ പുറത്തിറങ്ങി. പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്കൂൾ തൊട്ടടുത്താണ്, വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ് സ്കൂള്. അപ്പോൾ നേരെ സ്കൂളിലേക്ക് പോയി. 12:30 സ്കൂളിൽ വിട്ട സമയമാണ്. നല്ല തിരക്കാണ്. അപ്പോൾ എനിക്ക് എല്ലാ കുട്ടികളും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരാണെന്ന് തിരിച്ചറിയാൻ വലിയ പാടാണ്. അപ്പോൾ ഞാൻ മാറി നിന്നു. അപ്പോൾ എന്നെ കണ്ട് എൻ്റെ അടുത്ത് വരുമെന്നുള്ള പ്രതീക്ഷയിൽ മാറി നിന്നു. അപ്പോൾ കുറേ സമയം അവിടെയൊക്കെ നോക്കി. അപ്പോഴത്തേക്കും വെളിയിൽ നോക്കിയപ്പോൾ ചെക്കൻ വെളിയിലുണ്ടായിരുന്നു. അപ്പോൾ അവനെയും എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. ചെക്കനെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് എൻ്റെ പഴയ പണി തുടർന്നു. ഫുഡൊക്കെ റെഡിയാക്കി കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഡ്യൂട്ടിക്കായി പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ പോകുന്നത് കൂടെയുള്ള പണിക്കാരനെ എടുക്കണം. അപ്പോൾ തൊട്ടടുത്താണ് അവൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. പുറത്ത് നല്ല ചൂടാണ്, ഒടുക്കത്തെ ചൂടാണ്. GCC മറ്റ് രാജ്യങ്ങളിലൊക്കെ മഴയാണ്. പക്ഷേ സൗദി അറേബ്യയിലെ മറ്റു ഭാഗങ്ങളിൽ മഴയുണ്ടെങ്കിലും ജിദ്ദയിൽ നല്ല ചൂടാണ്, നല്ല വെയിലും ചൂടുമാണ്. ഇപ്പോൾ റോഡിൽ വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മഴയില്ലെങ്കിൽ പിന്നെ എങ്ങനെ വെള്ളമാണെന്ന് ചോദിക്കും. പക്ഷെ അത് ഡ്രൈവർമാർ വണ്ടി കഴുകുന്ന വെള്ളമാണ് റോഡിൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പണിക്കാരൻ്റെ വീടെത്തി. ഇപ്പോൾ അവനെയും കയറ്റി നേരെ കച്ചവട സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ വേറൊരു പണിക്കാരനും കൂടെ ഉണ്ട്. അവൻ കുറച്ച് വൈകി എത്തത്തുള്ളൂ. അപ്പോൾ ഇവനാണ് തുറക്കുന്നത്. അപ്പം തുറന്നു, സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം റെഡിയാക്കി. ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാനിനി നേരെ റൂമിലേക്കാണ് പോകുന്നത്. ഈ പുറത്തെ വെയിലിൻ്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അല്പസമയം ലുലുവിനകത്ത് കയറി AC-ക്കകത്ത് നിൽക്കണമെന്നുണ്ട്. പക്ഷേ സമയമില്ല. റൂമിൽ പോയിട്ട് കുറച്ച് പണി ബാക്കിയുണ്ട്. അതുകൊണ്ട് നേരെ റൂമിലേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ.